നമസ്കാരം. ഇന്ന് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കുഞ്ഞുനാളിലെ മുതൽ യുക്തിവാദ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഞാൻ ഈ മൈത്രേൻ്റെയും പല ആരൻ്റെ ഒക്കെ ഇടമറുകിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ യുക്തിവാദിയായില്ല. കാരണം ദൈവവും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. ദൈവമില്ല എന്നെനിക്ക് തെളിയിക്കാൻ പറ്റില്ല. സത്യത്തിൽ ദൈവമുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഇങ്ങനൊരു എപ്പിസോഡ് എന്താ ഒരു അത്ഭുതമായിരിക്കാം. ഇത് ഞാനിപ്പം ഇന്ന് എൻ്റെ 2 മക്കളെ കാനഡയിലാണ്. അവർ ജോലിയൊക്കെ ആയി സൈബർ ഫോറൻസിക്കും അക്കൗണ്ടൻറ്റും ഒക്കെ ആയിട്ട് 2 പെൺമക്കളാണ്. എൻ്റെ മോനെ ഞാൻ 5 കൊല്ലം മുമ്പ് അവൻ്റെ അമ്മ ഉപേക്ഷിച്ച് ഏറ്റെടുത്തതാണ്. അവനെ എനിക്ക് ഇതുവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്നാലും ഒരുപാട് ആരോഗ്യപരമായിട്ടൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ പറ്റി. അവൻ്റെ പകുതി കാര്യങ്ങളും ഒക്കെ നോർമലാക്കി എടുക്കാൻ പറ്റി, എല്ലാം ചെയ്തു. പക്ഷേ അവനെ സാമ്പത്തികമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ്റെ അമ്മ ഇന്നുവരെ തിരികെ നോക്കിയിട്ടില്ല. ഒരുപാട് സമ്പത്തുണ്ട്. ഞാനുണ്ടാക്കിയ സ്വത്തും എന്നെ ഇല്ലാതാക്കിയപ്പോൾ കിട്ടിയതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കവന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന്. അതിനുവേണ്ടി ഞാനൊരു പാപം ചെയ്യാൻ തീരുമാനിച്ചു 1 വർഷം മുമ്പ്. അതിലൂടെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ പ്രത്യേകത, അതിലൂടെ എനിക്കിന്ന് 10 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ഞാൻ കൊടുക്കേണ്ട വരുന്നത് എൻ്റെ ജീവനായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കത്തൊന്നുമില്ല, ജീവൻ എന്ന് വെച്ചോ, മരിച്ചില്ലേ. ആ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. പക്ഷേ ആ പണം എൻ്റെ കൈ വരുന്നതിന് മുമ്പ് ഞാൻ കുറേ ആർത്തികൾ ഓരോരുത്തരെയൊക്കെ കണ്ടു. ആ പണം കിട്ടിയാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്ക് ഒരു AC മുറിയിലാണ് ഞാൻ ഇരുന്നത്. കാരണം 10 ലക്ഷം രൂപ വരുവാണല്ലോ. അപ്പം ഞാൻ പണ്ടൊക്കെ കരയായിരുന്നു, ഒരു 4 കൊല്ലം മുമ്പ്. അതിന് മുമ്പും കരയത്തില്ലായിരുന്നു. ഈ ഒറ്റപ്പെട്ട് പോയപ്പോൾ കരയായിരുന്നു. ഇപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് ഒരു 11 മണി തൊട്ട് ഞാൻ അരമണിക്കൂർ ഞാൻ അറിയാതെ തേങ്ങി കരഞ്ഞു. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മഹാപാവമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും പൈസ വലുതാണ്. എൻ്റെ മോൻ രക്ഷപ്പെടുന്നത്. അപ്പം അതാ ദൈവം ഉണ്ടെന്ന് പറയുന്നതാണ്. ദൈവമായിട്ട് 1 മണിക്ക് ആ പണം എൻ്റെ കയ്യിൽ വന്നിരുന്നെങ്കിൽ ഞാൻ 12:30 അതിൽ നിന്ന് എനിക്ക് ദൈവം എന്നെ മാറ്റിക്കളഞ്ഞെന്ന്. കാരണം എന്നെ നടക്കാതാക്കി. കാരണം ഞാൻ ചെയ്യുന്ന തെറ്റല്ലാത്ത രീതിയിൽ ആ പണം തരുന്നവരുടെ ഭാഗത്ത് തെറ്റുകൊണ്ട് തന്നെ അത് ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടി ഇപ്പോൾ പൈസ 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയല്ലോ. എൻ്റെ മോന് രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടണ്ട, അവൻ ആരോഗ്യമുണ്ടല്ലോ.